ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ 2 ദിവസം വീഡിയോ ചെയ്തില്ല. നമ്മുടെ ശനിക്ക് ചെറിയൊരു പനിയുടെ ഒരു ലക്ഷണം അല്ലേ, ജലദോഷപ്പനിയേ ഉള്ളു. എന്നാലും ഇന്നപ്പോ ശനി എന്നാണ് ചെയ്യണം എന്ന് ചോദിച്ചത്, എന്താണ് ചക്ക കണ്ട, നല്ല അടിപൊളി ചക്കയെന്ന് കിട്ടിയിരിക്കണം അല്ലേ. അപ്പൊ നമ്മള് ഈ കടപ്ലാൻ ചക്ക കൊണ്ട് നമുക്ക് ഇറച്ചിക്കറിയാ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇറച്ചിക്കറി പോലെ തന്നെ വെക്കും. ഇറച്ചിയാണെന്ന് ഓർത്ത് അങ്ങോട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ശരണ്യയുടെ പാചകത്തിലായിട്ട് വാ. ശരണ്യ, ചക്ക ഞാൻ ചെത്തിത്തരാം. ഞാൻ ചെത്തിത്തരാന്ന് എന്നാ അച്ഛനെ വിളിക്കാം. ശരണ്യ ചെത്തിയാൽ അത് കയ്യിലൊക്കെ ഇതാവും. അച്ഛനെ ഞാൻ വിളിച്ചോണ്ട് വരട്ടെ. ശരണ്യ അച്ഛനിപ്പോ വരാന്ന് പറഞ്ഞു കേട്ടാ. ചൂരയല്ല, ഇത് കുടുക്കെന്ന് പറയും, കുടുക്ക മീൻ. അത് വെട്ടാൻ പോയിയാണ്. അപ്പൊ അത് കൂടി വെട്ടിക്കൊണ്ട് വരട്ടെ അല്ലേ. പിന്നെ മീൻ വെട്ടണതൊക്കെ ഒത്തിരിയായി. ഇതെന്താണ് ഈ കാണിക്കണത് അമ്മ? കുഞ്ഞു തേങ്ങായ ആയതുകൊണ്ടാണ് ഈ കാണിക്കണത്. പൊട്ടിച്ചേച്ചുവാണോ കുളിക്ക് നോക്കണത്? കൈപ്പ് കളയരുതേ ശരണ്യ. അമ്മ ഗ്ലാസ് എടുത്തോണ്ട് വന്നത് തന്നെ മെച്ചം. അതൊന്നും പൊട്ടിയേ ഇല്ല. പൊട്ടും. അവിടെയൊക്കെ കൊണ്ടുപോയി വെച്ച് പൊട്ടിക്കണുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഇല്ല ശരണ്യ. എവിടെ ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ? കാണാൻ മേല ഞങ്ങൾക്ക്. കണ്ടാ, അത് മൊത്തം ഇതാക്കി. മുങ്ങി മാറ്റി വെള്ളം ഉണ്ടോ? ഞാൻ കാണിച്ചു കൊടുത്ത തേങ്ങ ഞാൻ പറഞ്ഞ ശരണ്യ, അമ്മ പാത്രം എടുത്തോണ്ട് വന്ന് വെച്ച വെറുതെ പോകുമെന്ന്. അതെ അച്ഛ, ശരണ്യ അതെ മീൻ വെട്ടാൻ പോണ്. അപ്പൊ അച്ഛനെ എന്തായാലും പറഞ്ഞു തന്നേച്ചും പോകാനാണ് ഇരിക്കണത്. ശരണ്യ ഒന്ന് പറഞ്ഞോട്. ഇങ്ങനത്തെ തേങ്ങയാണ് വറുത്തരക്കാൻ പോണത്. ഉരുളക്കിഴങ്ങിന്റെ വലിയ ഉരുളക്കിഴങ്ങാണ്. അപ്പൊ ഇതാണ് ഇല്ലേ, അവിടെ ഇല്ലേ ഇല്ലേ കാണിക്കണ. ഇതെന്താണ്? അത് പുളി തരും, കൈ കളയാതെ ശരണ്യ. ഇതൊന്ന് പറഞ്ഞുകൂടെ അച്ഛനേട്? എനിക്ക് പണിയാ. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ അതെ അച്ഛൻ്റെ അത് തൊലിയൊക്കെ ചെത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അതൊന്ന് തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടൊക്കെ കാണിക്കാം. അത് തന്നെയല്ല, മീനും വെട്ടണം അല്ലേ? മീൻ കൂടി വെട്ടിയിട്ടൊക്കെ കാണിക്കാം. അതൊക്കെ റെഡിയാക്കിയല്ലേ? ആഹാ, ഇനി ഇതെന്താ ചെയ്യേണ്ടത്? നീളത്തിൽ ചെറിയ പീസാക്കി തന്നെ അല്ലേ? കണ്ട അതെ ശരണ്യ അതെ പാത്രമൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. തടിക്കഷ്ണം വേണ്ടേ ശരണ്യ? എന്നാ ശരണ്യ അതെ തടിക്കഷ്ണം കൊണ്ടുവന്നു. ഇത് ഇനി കൊച്ചു പീസാക്കിയിട്ടൊക്കെ നമുക്ക് ഇത് കാണിക്കാം അല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ കാണിക്കാം. ഓ ആണല്ലേ?
എന്റെ പൊന്നെ എന്നെ എടുത്തിട്ട് അതിൽ കൊണ്ട് ആൾക്കണ്ട. എന്നാലും പറഞ്ഞില്ലേ അച്ഛാ? ഞാൻ പറഞ്ഞില്ല. അതാണ്. ഇങ്ങനെയാണ് അല്ലേ? അത് ഭയങ്കര sound ഒക്കെ ഇട്ടതാ. അരിയണം സൗണ്ടൊക്കെ ഇട്ടതാണ് ശരണ്യ. ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞു അരിഞ്ഞൊക്കെ അപ്പൊ ഇതെന്താ ഇങ്ങനെ ഭയങ്കര പാടാണല്ലേ? ഇങ്ങനെ ഇങ്ങനെ തുറന്നു ചെയ്യാം. ഇങ്ങനെ കാണിച്ചു തരണ്ട, ഞാൻ കാണിച്ചു തരാം. ഇത്ര മതിയല്ല, ഇങ്ങനെ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കണം. അതാ ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ആക്കിയെന്നാൽ അതിന്റെ ഭംഗി കണ്ടാ കണ്ടാ എന്തേ അങ്ങനെ ചെറിയ പീസാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇങ്ങനെ ആ ഞാൻ കണ്ടു ശരണ്യ. അങ്ങനെയാണ് ആക്കേണ്ടത്. ശരണ്യ അതെല്ലാം വെള്ളത്തിലിട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? ആ അപ്പൊ നിങ്ങൾ ഇതെല്ലാം അരിഞ്ഞിട്ടൊക്കെ കാണിക്കാവേ. അങ്ങനെ നമ്മുടെ അമ്മ ദേ ആ നേരത്ത് ദേ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി. അതെന്താണ് മറ്റേ കഴന്നു പോകുന്നോണ്ടാണ്? ഇത് കഴന്നു പോകുന്നതാണ്. ഇനി മിക്സിയിലിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വറുത്തരക്കണം. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അല്ലേ? അതെ. ആ ശരണ്യ പരിപാടി തുടങ്ങി. നമുക്കിനി കുക്കിനകത്തിട്ട് വേവിക്കാം. ആഹാ ഞാൻ തുണിയുണ്ട്, അത് മുക്കിയൊക്കെ വെച്ചിട്ട്. ആ അമ്മ എന്നാ തുണിയെ മുക്കിയൊക്കെ ചെയ്യണം. ആ എന്നാ അമ്മ തുണിയൊക്കെ ഒന്ന് മുക്കി നല്ല വെയിലുണ്ട്. വെയിലുണ്ട് ഇത്. ആ അപ്പൊ ഇതിന് വേവിച്ചെടുക്കണം അല്ലേ? ഉപ്പൊക്കെ ഇട്ട് ഉപ്പെല്ലാം ഇട്ട് വേവിക്കണം. ആ നമ്മൾ വെക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. ആണല്ലേ? കമന്റ് ചെയ്യണം. ആ അറിയാവുന്നതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം അല്ലേ? ഇപ്പൊ ശരണ്യൊക്കെ അറിയാവുന്ന ഒരു രീതിക്ക് വെക്കുന്നു. കണ്ടാ കൂട്ടുകാരെ ഇങ്ങനെ ചെറിയ പീസുകളൊക്കെ ആക്കി അല്ലേ? പച്ചമുളക്, ഇഞ്ചി ആദ്യം ഇത് ചെയ്യണ കാരണാണോ മീൻ വെട്ടാൻ പോകാൻ? ആദ്യം പറഞ്ഞ് മീൻ വെട്ടിയച്ച് ചെയ്യണുള്ളെന്ന് പറഞ്ഞെങ്കിലും ഇതങ്ങോട്ട് അടപ്പ വെച്ചും പോകാന്ന് പറഞ്ഞു. പ്ലാനൊക്കെ മാറ്റി. അപ്പൊ ഇതൊന്ന് വേവിച്ചിട്ടൊക്കെ നമുക്ക് കൂട്ടുകാരെ കാണിച്ചാ പോരെ? ശരണ്യ ആ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ ഇപ്പൊ തേങ്ങ വറുത്തെടുക്കുക. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് വേണം നമുക്ക് കറിയാക്കാൻ. അങ്ങനെയാണ് ഇത് വറുത്തെടുക്കണത്. പിന്നെ എല്ലാവർക്കും അറിയാം നമ്മള് തേങ്ങ വറുക്കുന്നതെല്ലാം. ആ അപ്പൊ ഇതൊന്ന് വറുത്തെടുത്തിട്ട് എന്താ ഞാൻ തീ കുറച്ച്. അപ്പൊ ഇത് മൊത്തം ഒന്ന് വറുത്തെടുത്തിട്ടൊക്കെ കാണിക്കാം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ വലുതായി പോകും. കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ ശരണ്യ ഇതൊക്കെ വറുത്ത് കഴിഞ്ഞു. അങ്ങനെ തീയൊക്കെ ഓഫാക്കി അല്ലേ? നമ്മുടെ ഇത് എന്താന്ന് നോക്കാം. ചക്ക വെന്തോന്ന് നോക്കാം. ആ നോക്ക്. അങ്ങനെ നമ്മുടെ ശരണ്യ ചക്ക വെന്താന്ന് നോക്കി. ആഹാ പിന്നെ വെന്തിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്കിനി കറിയാക്കിയാ മതി അല്ലേ? ആ അതുകൂടാതെ ശരണ്യ മീൻ കൂടി വറുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ മീൻ കറിയാണെങ്കിൽ അടപ്പയിരുന്ന് തിളച്ചോണ്ടിരിക്കുന്നു. ആ നമ്മൾ വറുത്ത ഇത് അരച്ചെടുത്ത് ആ ഇതിലാണ് നമ്മൾ വെക്കുന്നത് അല്ലേ? ശരണ്യ അല്ലേ കടുകൊക്കെ വറുത്തില്ലേ? ആ അതെ കൂട്ടുകാരെ ഇതൊക്കെ ഇളക്കിയത് പിന്നെ കാണിച്ചില്ലായിരുന്നു വീഡിയോയിലല്ലേ? അപ്പൊ അങ്ങനെ അതെ കടുകൊക്കെ വറുത്തത് അതിലാക്കി ഇട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? അങ്ങനെ ആ അപ്പൊ ആ പാത്രം മാറ്റി വെച്ചു ഇളക്ക്. ഇരുന്നോട്ടെ എന്റെ മുന്നേ ഒരു തുള്ളി പോലും കളയരുത്, ഒരു വേപ്പല പോലും. കണ്ടാ കൂട്ടുകാരെ നമ്മുടെ ഇറച്ചിക്കറി പോലെ തന്നെ ഇറച്ചിക്കറി വരെ മാറി നിൽക്കും ആ രീതിക്ക് അല്ലേ? അപ്പൊ കൂട്ടുകാരെ കണ്ടാ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ അതുപോലെ
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം അതുകൂടാതെ നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് ഹൈപ്പ് ചെയ്ത് നമ്മളെ കൂട്ടാക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.